കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ തിരുനാമത്തിൽ വന്ദനം. തിരുവെഴുത്ത് വായിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് സ്വീകരിക്കാം. പവർ വിഷനിലൂടെ ഈ അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നന്ദിയോടെ പ്രാർത്ഥനയോടെ ബൈബിൾ തുറന്നാട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഡാനിയൽ, ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 5 വേഴ്സ് 9. അപ്പോൾ ബെൽശസ്സർ രാജാവ് അത്യന്തം വ്യാകുലപ്പെട്ടു. അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ മഹത്തുക്കൾ അമ്പരന്നു പോയി. രാജാവിൻ്റെയും മഹത്തുക്കളുടെയും വാക്ക് ഹേതുവായി രാജ്ഞി ഭോജനശാലയിൽ വന്നു. രാജാവ് ദീർഘായുസായിരിക്കട്ടെ. തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്, മുഖഭാവം മാറുകയും അരുത്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളൊരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. ഒരു പ്രായമുള്ള മാതാവ്, ചെറുപ്പക്കാരനായ രാജാവ് ഒരു പ്രതിസന്ധിയിലായതറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. ടെൻഷൻ അടിച്ച് ചാവല്ലേ. നിങ്ങളുടെ അപ്പൻ്റെ കാലം മുതൽ ഈ രാജ്യത്തൊരു പ്രാർത്ഥനാ മനുഷ്യനുണ്ട്. അയാൾക്കിപ്പോൾ 10-90 വയസ്സ് കാണും. അയാളെ വിളിപ്പിക്കാം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പൻ്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ ബെൽശസ്സർ എന്ന് പേരിട്ട ദാനിയേലിൽ ഉത്കൃഷ്ട മനസ്സും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥ പ്രദർശനവും സംശയഛേദനവും കണ്ടിരിക്കുന്നു. ദേവന്മാരുടെ ആത്മാവ് അവനിൽ ഉണ്ടെന്നും അവർക്കറിയാമായിരുന്നു. എന്താ ഈ പറഞ്ഞു വരുന്നത്? ജോസഫിൻ്റെ അതേ സാഹചര്യം. ദൈവമോ ബൈബിളോ നമ്മുടെ വിശ്വാസം ഒന്നുമില്ലാത്ത ഒരു വിദേശ രാജ്യത്ത് ഈ യുദ്ധം കാരണം, യുദ്ധത്താൽ അടിമകൾ യുദ്ധകാലത്ത് ഇങ്ങനെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുമല്ലോ, അങ്ങനെ വന്ന കൂട്ടത്തിൽ വന്നതാണ് ദാനിയേൽ. ഇപ്പം ബാബിലോണില്ല, മറ്റേ ഈജിപ്തിലായിരുന്നു. അവിടെ ചക്രവർത്തി ഒരു മണ്ടത്തരം കാണിച്ചു. ആ മണ്ടത്തരം ഒന്നും ഇപ്പോൾ വിവരിക്കാൻ നേരമില്ല. ഈ പുസ്തകം വായിച്ചാൽ മതി. 5-ാം അധ്യായം. അയാൾ ഭയങ്കര ആർഭാടവും അഹങ്കാരവും കാണിക്കുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ ഇടപെടലുണ്ടായി. അപ്പോൾ ഇയാളങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. സ്ട്രോക്ക് വന്നതാണെന്ന് ഓർത്തു. എല്ലാവരും പേടിച്ചപ്പോൾ എൻ്റെ ബോധ്യം രാജമാതാവിനെ അറിയിച്ചു. പുള്ളിക്കാരത്തി വന്നു. പേടിക്കണ്ട, ഇവിടെ ഒരു പ്രാർത്ഥനാ മനുഷ്യനുണ്ട്, നിങ്ങൾക്കുമാകാം അഡ്വൈസർ. പക്ഷെ ഒരു കാര്യമുണ്ട്, സൂപ്പർ നാച്ചുറൽ റിലേഷൻ ഉണ്ടാവണം. ഇതെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? സയൻസ് ഉണ്ട്, അത് പവർഫുള്ളാണ്. ശാസ്ത്രം അത് നല്ലതാണ്. ബഹിരാകാശത്ത് പോകാനും വരാനും ഒക്കെ ഇപ്പം മനുഷ്യർക്ക് ചുമ്മാ കോഴിക്കോട് പോയിച്ച് വരുന്ന പോലെയാണ്. ഇതൊന്നും ചെറുതാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേനും ശാസ്ത്രം ജയിച്ചു, ദൈവം തോറ്റു എന്ന് പറയുന്നത് അത് വെറും അല്പത്വമാണ്. എന്തുവാണല്ലോ പ്രപഞ്ചം? എവിടെയാണ് നിങ്ങളീ പോയത്? നിങ്ങൾ എന്ത് കണ്ടെന്നായി പറയുന്നത്? മഹാദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ ഈ സ്പേസ് ഷട്ടിലൊന്നും ഒന്നുമില്ല. അപ്പോൾ
അന്നത്തെ ധനവാനായ ചക്രവർത്തി ഒരു ടെൻഷൻ വന്നു, വിറയ്ക്കാൻ തുടങ്ങി. മനുഷ്യൻ ഇത്രയേ ഉള്ളേ, 1,00,000 കോടിയുടെ ആസ്തി നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് സ്ട്രോക്ക് വന്നാൽ പോയില്ലേ. സ്ട്രോക്കൊന്നും തടയാനൊന്നും ഒരു ഡോക്ടർക്കും പറ്റത്തില്ല. യൂട്യൂബിൽ ചുമ്മാ നുണ പറയുന്നതാണ്. ആയുസിൽ സ്ട്രോക്ക് വരികയില്ല, ഹെഡിങ്ങാ. ഈ പറയുന്നയാളെ പിറ്റേ ദിവസം സ്ട്രോക്ക് വന്ന് പോവുകയും ചെയ്യും. ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ നുണ പറയാൻ പറ്റിയ സ്ഥലമാണ് യൂട്യൂബ് എന്നിപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടു. ഹെഡിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല താഴെ വരുമ്പോൾ. അപ്പം വിഷയത്തിലേക്ക് വരാം. ദാനിയേൽ ഒരു അഡ്വൈസറായിരുന്നു. എവിടെ? ലോകപ്രസിദ്ധമായ ബാബിലോൺ സാമ്രാജ്യത്തിൽ. പണ്ട് ജോസഫിനെ ആക്കിയതുപോലെ തന്നെ ദാനിയേലിനെ ആക്കി. എന്താ കാര്യം? ദാനിയേലിന് നിങ്ങളുടെ ഭാഷയിൽ, ഇന്നത്തെ ഭാഷയിൽ പറയാം, സൂപ്പർ നാച്ചുറൽ കണക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോട് ബന്ധം ഉണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ കാര്യം. നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരാൻ ദൈവം ഉണ്ടെങ്കിൽ നാം രാഷ്ട്രത്തിന് ബുദ്ധി ഉപദേശിക്കുന്നവരായി മാറും. ഗോഡ് ബ്ലെസ് യു.